ലഹരിമരുന്നടക്കം ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നോക്കിയാൽ കാണാം. ഇതാരാ ഇവൻ? നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, കൂടെ നിൽക്കും. അല്ലല്ല, നമ്മൾ കളവ് പറഞ്ഞ് സ്ഥാപിക്കാൻ വരരുത്. എനിക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ടതല്ല. പക്ഷേ ഇവിടെ നർക്കോട്ടിക് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ, ഏത് കാലത്തേത്, ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ. നമ്മൾ പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ഞങ്ങളുടെ കുട്ടികളടക്കം വിക്ടിമാകുന്നു. ഞാൻ ചോദിച്ചത് മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഒരു മതമാണ് മുന്നിലെന്ന് പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ്? അതല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാന്റെ. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഞാൻ ചോദിച്ചത് ഇവിടുത്തെ മയക്കുമരുന്നിന്റെ ഉപയോഗം, പ്രചരണം, വിൽപ്പന ഇത് ഒരു മതവിഭാഗത്തിന്റെ കുത്തകയാണെന്ന് താങ്കൾ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തി. അതിന്റെ തെളിവ് എന്താണ്, ബോധ്യം എന്താണ് താങ്കൾ പറയും? എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എങ്ങനെ നിരുത്തരവാദപരവും എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കേരളത്തിലെ കണക്ക് എവിടെ നിന്നുള്ളതാണ്? ഉരുളല്ലേ, ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. ഏത് ഏജൻസിയുടെയാണ്? ഏത് രാജ്യത്തിലെ ഏത് ഏജൻസിയാണ്? ഉത്തരം തന്നേ പറ്റൂ. ലോകമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത കാര്യം ഒരു റിപ്പോർട്ട് താങ്കൾ പറയും. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ലോകത്ത് ട്വിൻ ടവർ തകർന്നതിന്റെ പിന്നിലുള്ള അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ആ സാമ്പത്തിക ഇത് അന്വേഷണം എത്തിച്ചെന്നത് അഫ്ഗാനിസ്ഥാനിലെ ഈ ലഹരി മരുന്നിലാണ്. ഇനി അതും മയക്കുമരുന്ന് പറയുന്നത്. ആഗോള തീവ്രവാദത്തിനെതിരായ അമേരിക്കയുടെ പോരാട്ടമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ ഒരു മതത്തിന്റെ മേലെങ്കിൽ താങ്കൾ അണിഞ്ഞത് ചാർത്തി കൊടുത്തത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ? ഇതൊക്കെയല്ലേ പ്രചരിപ്പിക്കുന്ന താഴേക്ക്? ഇതൊക്കെയല്ലേ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഒരു പക്ഷേ പകർന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. ഞാൻ പറയട്ടെ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണോ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത്? വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ ഉപയോഗിച്ചാണോ? കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയാണോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 10 മണിക്ക് കമ്മിറ്റി മീറ്റിംഗ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തില് 26% മുസ്ലിങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തെ അന്വേഷണ കണക്കനുസരിച്ച് 28% ഉണ്ടെന്ന് കരുതുക. പോപ്പുലർ ഫ്രണ്ടിൽ അത് എത്ര ശതമാനത്തിന്റെ ഷെയർ ഉണ്ട്? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. ഭൂരിഭാഗം മുസ്ലിം സമുദായവും അതിനകത്ത് അവരെ പിന്തുണയ്ക്കുന്നു. ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. അല്ല, പോപ്പുലർ ഫ്രണ്ട് ഒന്നാകെ അങ്ങ് തീവ്രവാദികളാണെങ്കിലും ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല. കേരളത്തിലെ അത്രയും മുസ്ലിങ്ങളെ മാത്രമേ ഉള്ളല്ലോ. അപ്പൊ താങ്കൾക്ക് സംശയം ബാക്കിയുള്ളവർ പരിശുദ്ധരായില്ലേ? തീർച്ചയായിട്ടും അതിനൊന്നും പരാതിയില്ല. ഇതിലും നല്ലത് ഉടളയ്ക്കാൻ വിഴുങ്ങി ചത്തൂടെ ചായ. നമ്മളൊരു മതത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അതിന് വസ്തുത വേണം, അല്ലെങ്കിൽ അതിനൊരു നിലപാട് വേണം. കാലൻ വന്ന് പോരുന്നോന്ന് ചോദിച്ചാല് മൂപ്പർക്ക് ഇത് തന്നെ പറയാനുണ്ടാവും. താങ്കൾ പറയുന്നു മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു മതമാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്പാദിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. ഒരു ആവശ്യത്തെ പറഞ്ഞു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? എന്ത് റിപ്പോർട്ട് ചെയ്താണ്? എന്നെ കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരു മതമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നോ? അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് ഒരു മതത്തിന്റെ പേരിൽ കുറ്റം ചുമത്തുന്നതിന് ഒരു ബോധ്യം വേണ്ടേ, ഒരു തെളിവ് വേണ്ടേ, ഒരു ഡാറ്റ വേണ്ടേ, ഒരു ഏജൻസി വേണ്ടേ? ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്.